ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ 15 പോളിംഗ് കേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ തിങ്കളാഴ്ച. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തുടക്കം കുറിക്കും. കടലാസ് രഹിത കോടതി സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി സിക്കിം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് മോശം തുടക്കം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 16ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കും. 140 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ മാസം 9-നാണ് വോട്ടെടുപ്പ് നടന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃത പ്രവേശനം തടയുന്നതിന് QR കോഡ് അധിഷ്ഠിതമായ പുതിയ സംവിധാനം നടപ്പിലാക്കും. കേരളത്തിന് പുറമെ തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കാനിരിക്കെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്ത് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാവുന്നത്. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVM-കളാണ് എണ്ണുന്നത്. പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുന്നത്. തുടർന്ന് EVM-കളിലേക്ക് കടക്കും. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ EVM-ലെ വോട്ട് എണ്ണുന്നതിന് പരമാവധി 14 കൌണ്ടിംഗ് മേശകൾ ക്രമീകരിക്കും. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ സ്ഥാനാർത്ഥികളുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സാക്ഷിയാക്കി വീഡിയോ റെക്കോർഡിംഗ് നടത്തിയാണ് തുറക്കുന്നത്. EVM-ലെ വോട്ടും ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ VVPAT സ്ലിപ്പുകൾ എണ്ണും. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്ന സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ 4 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ 5 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല, ചിൻതക്കിലും, തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലുമായാണ് നടക്കുക. തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരുടെ 3ാം ഘട്ട റാൻഡമൈസേഷൻ നടക്കും. ജില്ലയിലാകെ 154 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൌണ്ടിംഗ് ടേബിളുകളും 83 പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിംഗ് ടേബിളുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ മണ്ഡലത്തിനും 14 വീതം EVM കൌണ്ടിംഗ് ടേബിൾ ഉണ്ടാവും. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം ഒരുക്കിയിട്ടുള്ളത്. പശ്ചിമബംഗാളിലെ 15 പോളിംഗ് കേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. മാഗ്രാഹാത്ത് പശ്ചിമ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുക. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, വരണാധികാരികൾ എന്നിവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റീപോളിംഗ്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തത്സമയം വിവരങ്ങൾ മൊബൈലിലൂടെ ലഭ്യമാകും. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നാളെ മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാകും. പൌരത്വ ഭേദഗതി നിയമം 2026 സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. വിദേശ ഇന്ത്യക്കാർക്കുള്ള ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ OCI കാർഡ്, പൌരത്വ അപേക്ഷകൾ എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകളിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടിനൊപ്പം മറ്റൊരു രാജ്യത്തിന്റെ പാസ്പോർട്ട് കൈവശം വയ്ക്കാൻ സാധിക്കില്ല. OCI രജിസ്ട്രേഷൻ, റദ്ദാക്കൽ തുടങ്ങിയവയ്ക്കുള്ള അപേക്ഷകൾ ഇനി ഓൺലൈൻ പോർട്ടൽ വഴി മാത്രം സ്വീകരിക്കും. കൂടാതെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ അപേക്ഷകർ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സമ്മതപത്രവും നൽകണം. കടലാസ് രഹിത കോടതി സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറി സിക്കിം. ഗാംഗ്ടോക്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് നടത്തിയത്. വേഗമുള്ള, സുതാര്യവും സാങ്കേതികവിദ്യ അധിഷ്ഠിതവുമായ നീതിന്യായ വ്യവസ്ഥയിലേക്കുള്ള ചരിത്രപരമായ നീക്കമാണ് ഇതെന്ന് സിക്കിം മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
പ്രശസ്ത സംവിധായകൻ ആശുതോഷ് ഗോവാരിക്കർ 57ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ അധ്യക്ഷനാകും. ചലച്ചിത്രമേളയുടെ ഫെസ്റ്റിവൽ ഡയറക്ടർ ആവുക എന്നത് ഏറെ അഭിമാനവും സന്തോഷവും പകരുന്നതായി അദ്ദേഹം പ്രതികരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ഗോവ സർക്കാർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ അശുതോഷ് ഗോവാരിക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ രാജസ്ഥാൻ 14 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺ എന്ന നിലയിലാണ്. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. അതേസമയം വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇടുക്കി നെടുങ്കണ്ടത്ത് കാറ്റിലും മഴയിലും വീട് തകർന്നു. നെടുങ്കണ്ടം കൌന്തിയിൽ ബാബുവിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. ആർക്കും പരിക്കില്ല. വീടിന്റെ മേൽക്കൂരയും ഭിത്തിയുടെ ഒരു ഭാഗവും തകർന്ന നിലയിലാണ്. മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റുണ്ടായ അപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ തമിഴ്നാട് സ്വദേശികളും ഉൾപ്പെടുന്നു. പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ നട അടച്ചിരുന്ന സമയത്ത് വീഡിയോ ചിത്രീകരിച്ച വ്ളോഗർക്കെതിരെ പമ്പ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ പമ്പ പോലീസിനോടും വനംവകുപ്പിനോടും റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് നടപടി. വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തു. എറണാകുളത്തും തൃശൂരും ആനകളുടെ ആക്രമണത്തിൽ ഇന്ന് 2 പേർ കൊല്ലപ്പെട്ടു. പാപ്പാനും ആനയെ എത്തിച്ച വാഹനത്തിന്റെ ഡ്രൈവറുമാണ് കൊല്ലപ്പെട്ടത്. അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ലോറി ഡ്രൈവർ വിഷ്ണുവാണ് മരിച്ചത്. ആനയുടെ കുത്തേറ്റ പാപ്പാൻ പ്രദീപ് അങ്കമാലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ ദൈവത്തെ കാണൽ ഇന്ന് നടന്നു. മണത്തണ വാകയാട് പൊടിക്കളത്തിൽ നടന്ന ചടങ്ങിന് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഒറ്റപ്പിലാൻ കാടൻ സ്ഥാനികർ നേതൃത്വം നൽകി. അസം മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരെ വ്യാജ പ്രസ്താവനകൾ നടത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് സുപ്രീം കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. കേസുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗങ്ങളുടെയും ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 14 ദശലക്ഷം ഡോളറിലേറെ മൂല്യമുള്ള മോഷ്ടിക്കപ്പെട്ട 657 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരിച്ചു നൽകി അമേരിക്ക. മാൻഹാട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണിയാണ് ഇക്കാര്യം അറിയിച്ചത്. കള്ളക്കടത്ത് ശൃംഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പുരാവസ്തുക്കൾ വീണ്ടെടുത്തത്. ഇന്ത്യ ടാൻസാനിയ സംയുക്ത വ്യാപാര സമിതിയുടെ 5ാമത് യോഗം ടാൻസാനിയയിൽ സമാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $9 ബില്യൺ അധികം എത്തിയതായും പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ലണ്ടനിൽ നടക്കുന്ന ലോക ടീം ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. വനിതാ ടീം റുവാണ്ടയെയും പുരുഷ ടീം ഗ്വാട്ടിമാലയെയും പരാജയപ്പെടുത്തിയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മുന്നേറിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ 15 പോളിംഗ് കേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ തിങ്കളാഴ്ച. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തുടക്കം കുറിക്കും. കടലാസ് രഹിത കോടതി സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി സിക്കിം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.